ഫഗൈറു റസൂലില്ലാഹി ലൈസ ലിതഅലമ, മുത്തനബി അല്ലാത്തൊരു പഠനം ഞാൻ പഠിക്കുന്നില്ല. ദുനിയാവിൽ പഠിക്കേണ്ടത് മുത്തനബിയെ കുറിച്ചാണ്. അതല്ലേ പഠിക്കേണ്ടത്. ഒരാളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതാണ്, അതിൻ്റെ പിന്നാലെ അവൻ പോവട്ടെ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ നല്ല മുത്തനബിയുടെ മദ്ഹുകൾ നമ്മൾ കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പാടുകയാണ്. യാ സയ്യിദസ്സാദാതി ജിഅ്തുക ഖാസിദ അർജു റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായികി ഇന്നലി ഖൽബൻ മശൂഫൻ ലാ യറൂമു സിവാക وبحق جاهك إنني بك مغرم والله يعلم أنني أهواك. ഏതാനും ചില വരികൾ, ഒരു 2 വരികൾ നമ്മൾ ചെറിയ നിലക്ക് വിശദീകരിച്ചു. എന്തുമാത്രം ആശയങ്ങൾ നാം അതിലൂടെ പഠിച്ചു. വളരെ ശ്രദ്ധേയമായ വാക്കാണ് 2ാമത്തെ വരിയിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ മുത്തനബിയോടുള്ള ആ ബന്ധം നമ്മെ പഠിപ്പിച്ചതാണ്. എനിക്ക് മുത്തനബിയോട് വല്ലാത്ത സ്നേഹമുണ്ട്, വല്ലാത്ത ഹുബ്ബുണ്ട്. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ ഖൽബ് എന്നുള്ളത് മുത്തനബിയല്ലാത്ത വേറെ ചിന്തയില്ല എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് മുത്തനബിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? അതിനു നമ്മൾ ഹദീസ് വെച്ചുകൊണ്ട്, ലാ യുഅ്മിനു അഹ്ദുക്കും എന്നുള്ള ആ ഹദീസ് വെച്ചുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി. അതായത് നമ്മുടെ ആഖിറത്തിൽ നമ്മെ സഹായിക്കാനുള്ളത് മുത്തനബി മാത്രമാണ്. ഒരാളും നമ്മളെ കൂടെ ഉണ്ടാവുകയില്ല. ഇത് തന്നെയാണ് എല്ലാ ഇമാമിങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതും. അത് തന്നെയാണ് അവരെല്ലാവരും പാടിയതും. നമുക്കൊക്കെയും അറിയുന്നത് പോലെ മൻകൂസ് മൗലിദിലൊക്കെ നാം പഠിച്ചത് അതാണ്. അന്ത ഉമ്മുൻ അമ്മബു മാ റഅയ്ന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി യാ ഖൈറൻ നബി. ഓ നബിയെ, എൻ്റെ ഉമ്മയും ബാപ്പയും അങ്ങാണ്. എന്തിനാണ് മുത്തുനബിയെ ബാപ്പയായിട്ട് സ്വീകരിക്കുന്നത്, മുത്തുനബിയെ ഉമ്മയായിട്ട് സ്വീകരിക്കുന്നത്? ഇതെല്ലാം നാം മനസ്സിലാക്കി. എന്നിട്ട് പറയുന്നു, അൻതമുൻജീന ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലന മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിയെ, എനിക്ക് ആഖിറത്തിൽ അങ്ങയുടെ ഷഫാത്ത് കൊണ്ട് മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. വീണ്ടും പറയുന്നു, ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ അതശ്. ആ ബൈത്തിലൊക്കെ പറയുന്നത് നാളെ ആഖിറത്തിലുള്ള ആ ഭയാനകമായ ഘട്ടങ്ങളാണ്. അവിടെയെല്ലാം എനിക്ക് ഉള്ളത് അങ്ങയുടെ ഷഫാത്ത് മാത്രമാണ്. അഷ്ശഫാഅത്ത് ഹബിലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ. ഇതിനെ വിശദീകരിക്കുകയല്ല, മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ നാം മനസ്സിലാക്കാം. വല്ലാഹി യാ ഖൈറൽ ഖലായികി ഇന്നലി ഖൽബൻ മശൂഫൻ ലാ യറൂമു സിവാക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ഒരു ഖൽബ് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒന്നും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 3ാമത്തെ ബൈത്ത് ബഹുമാനപ്പെട്ടവര് എന്താണ് പറഞ്ഞത് ഒന്ന് കേൾക്കുക. വബിഹഖി ജാഹിക ഇന്നനി ബിക മുഗ്റമുൻ വല്ലാഹു യഅലമു അന്നനി അഹ്വാക. വബിഹഖി ജാഹിക, ഓ നബിയെ, അങ്ങയുടെ ആ സ്ഥാനത്തിന്റെ ഹക്ക് കൊണ്ട്, ഇന്നനി, ഓ നബിയെ, ഞാൻ എന്നുള്ളത്, ബിക മുഗ്റമുൻ, തങ്ങളെ കൊണ്ട് ഞാൻ ഭ്രാന്തായിട്ടുണ്ട് നബിയെ. അല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം, അന്നനി അഹ്വാക, എൻ്റെ ഹുബ്ബ് അല്ലാഹുവിനറിയാം. ഇവിടെ മനസ്സിലാക്കണം, 2ാമത്തെ ബൈത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, എൻ്റെ കൽബിൽ മുത്തുനബി നിറഞ്ഞിരിക്കുന്നു. മുത്തുനബി, എൻ്റെ കൽബ് ഫുള്ളായിട്ട് മുത്തുനബി മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ കൽബിൽ ഒരു ഹുബ്ബ് അവിടെ നിന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ആ ഹുബ്ബ് അത് പ്രകടനമാകും. ആ ഹുബ്ബ് അവിടെ നിന്ന് പൊട്ടും. കൽബ് പൊട്ടിയിട്ടുള്ള ഹുബ്ബായിരിക്കും. പിന്നെ അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ എത്രത്തോളെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ
നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ സ്നേഹിക്കുക, പിന്നെ കൽബ് നിറയെ ആ പെണ്ണിനോടുള്ള സ്നേഹമായിരിക്കും, പിന്നെ മൊത്തം അവളെ കൊണ്ടുള്ള പറച്ചിലായിരിക്കും. അതിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം പിന്നെ പൊട്ടും, പിന്നെ അവളെ കൊണ്ട് ഭ്രാന്തനായി പോകും അവൻ. അതുപോലോത്ത അതേ ഇവിടെ മനസ്സിലാക്കണം, ഇമാമിങ്ങള്, മുത്തുനബിയുടെ ആശിക്യങ്ങള്, അവരെല്ലാം മുത്തുനബിയെ കൊണ്ട് ഭ്രാന്തായവരാണ്. മുഗറമുൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എവിടെ പോയാലും, എവിടെ നിന്നാലും, എവിടെ ഇരുന്നാലും, ചിരിച്ചാലും സംസാരിച്ചാലും, ആരോട് കൂടെ ഇരിക്കുമ്പോൾ അവർക്കെല്ലാം ചിന്ത വരുന്നത് മുത്തുനബിയുടെ വിഷയം മാത്രമാണ്. പ്രധാനപ്പെട്ടവർ പറഞ്ഞത്, ഓ നബിയെ, എനിക്ക് തങ്ങളെ കൊണ്ട് ഞാൻ ഭ്രാന്തനായിട്ടുണ്ട് നബിയെ. അത് ഞാൻ വെറുതെ പറയുകയല്ല, എന്തൊരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വല്ലാഹു യഅലമു, അള്ളാഹുവിനറിയാം എന്റെ ഖൽബിലുള്ള ഹുബ്ബ്, ഞാൻ മുത്തുനബി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിനറിയാമെന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നാം എത്രമാത്രം മുത്തുനബിയെ സ്നേഹിച്ചിട്ടുണ്ട്, എത്രമാത്രം അവളുടെ ഖൽബിൽ മുത്തുനബിക്ക് നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന്. അവിടെയാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളിലെ ഒന്നാമനായ, ഇമാമിങ്ങളിലെ വലിയ സ്ഥാനത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ ഇതാണ്. അതേ, ഏതൊരു ഇമാമിങ്ങളും ആരും വിജയിച്ചവരെല്ലാം വിജയിച്ചിട്ടുള്ളത് മുത്തുനബിയെ കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇങ്ങനെയൊരു ഹുബ്ബ് നമുക്കുണ്ടാകണം, എന്നാലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയുന്നു, ഓ നബിയെ, അൻത അഹബ്ബു ഇലൈഹി മിൻ കുല്ലി ഷൈ. ഓ നബിയെ, എനിക്ക് മുത്തുനബിയോട് വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ ഒന്നാമതായി എനിക്ക് സ്നേഹമുള്ളത് എന്റെ ശരീരത്തോടാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൽബിന്റെ യഥാർത്ഥ അവസ്ഥ ഒരു മൂടിവെക്കലുമില്ലാതെ മുത്തുനബിയോട് പറയാണ്, നബിയെ, എനിക്ക് തങ്ങളോട് മുഹബ്ബുണ്ട്. എല്ലാത്തിനേക്കാളും ഹുബ്ബ് വരിക തന്നെ അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെ ഹുബ്ബൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. നാം സ്നേഹിക്കുന്ന മാതാപിതാക്കളെക്കാൾ, അല്ലെങ്കിൽ നമ്മളെ മക്കളെക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെക്കാളൊന്നും നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അതുവരെ എത്തിയിട്ടുണ്ട്. എല്ലാത്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന നബിയെ എന്ന് മുത്തുനബിയോട് പറയുമ്പോൾ മുത്തുനബി അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യാ ഉമർ, അവിടുത്തെ ഈമാന് പൂർണ്ണമായിട്ടില്ല. ഇവിടെ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുമ്പോൾ ഈമാന്റെ കാര്യമാണല്ലോ മുത്തുനബി പറയുന്നത്. ഒരാളുടെ ഈമാൻ എന്നുള്ളത് അത് കൽബിലുള്ള വിഷയമാണ്. മുത്തുനബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് നോക്കി, അവിടുത്തെ മുഅ്ജിസത്താണ് ഈ ഹദീസിലൂടെ രേഖപ്പെടുത്തുന്നത്. അവിടുത്തെ കൽബ് നോക്കിയിട്ട് പറയാണ്, യാ ഉമരെ, അവിടുത്തെ ഈമാന് പൂർണ്ണമായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഏതുവരെ അത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, അവിടുത്തെ നഫ്സിനേക്കാൾ, അവിടുത്തെ ശരീരത്തിനേക്കാൾ എന്നെ സ്നേഹിക്കണം. സ്നേഹിച്ചാലേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ ഉമരെ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുകയല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനെ രക്ഷപ്പെടുത്തുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഈമാൻ മുത്തുനബി പൂർണ്ണമാക്കുകയാണ്. അവസാനം ഘട്ടം വരെ ഉമർ റളിയല്ലാഹു എത്തിയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി എത്താനുണ്ട്, അത് മുത്തുനബി പഠിപ്പിക്കുകയാണ്. ഇത് പറയലോടുകൂടെ ബഹുമാനപ്പെട്ട, അത് മുത്തുനബിയുടെ ആ സാന്നിധ്യം കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മുത്തുനബിയോട് വല്ലാത്ത സ്നേഹം കൂടുകയാണ്, വല്ലാത്ത ഹുബ്ബ് കൂടുകയാണ്. ആ സമയത്ത് അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പറയുന്നു, വല്ലാഹി അൻത അൽ ആന, ഈ സമയത്തുണ്ടല്ലോ നബിയെ, അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എനിക്ക് എന്റെ നഫ്സിനോടാണ് ആദ്യമായിട്ട് സ്നേഹമുള്ളത്. ഈ സമയത്ത് എനിക്ക് എന്റെ നഫ്സിനേക്കാൾ മുത്തുനബിയോടാണ് സ്നേഹമുള്ളത്. നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ അവിടുന്ന് വെറുതെ വാക്കിലൂടെ പറഞ്ഞതൊന്നുമല്ല.
പെട്ടെന്ന് ചെറിയൊരു സമയം കൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഈമാന് കൂടുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ യഥാർത്ഥ അവസ്ഥ അവിടുന്ന് പറയുന്നതാണ്. നേരത്തെ അത് തന്നെയാണ് പറഞ്ഞത്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് എങ്ങനെ ഉമർ റളിയല്ലാഹു എങ്ങനെ മാറിയത്? അത് മുത്തുനബിയുടെ ആ സാന്നിധ്യം കൊണ്ട്, മുത്തുനബിയുടെ ആ ഉപദേശം കൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ കൽബിൽ ഈമാന് കൂടുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബി പറഞ്ഞപ്പോ പറയാണ്, നബിയെ, എനിക്കിപ്പോൾ അങ്ങയോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട്. ആ സമയത്ത് മുത്തുനബി പറയുന്നു, അൽ ആനയ ഉമർ, ഈ സമയത്ത് നിങ്ങളൊരു പൂർണ്ണമായ മുഅ്മിനായിട്ടുണ്ട്. അപ്പൊ മുത്തുനബി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് നോക്കിയിട്ടുള്ള സംസാരങ്ങളാണ് ഈ സംസാരിക്കുന്നത്. നേരത്തെ മുത്തുനബി പറഞ്ഞില്ലേ, പൂർണ്ണമായിട്ടില്ല, ഇപ്പൊ പൂർണ്ണമായി എന്ന് മുത്തുനബി പറയുന്നു. അതൊക്കെ ഈ മുത്തുനബി അറിയുകയാണ്. ഇതിലൂടെ നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്. അതേ, നമ്മുടെ ഈമാന് പൂർണ്ണമാകണമെങ്കിൽ നാം എവിടെയോ എത്തേണ്ടതുണ്ട്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ബന്ധം, വലിയൊരു ഗൗരവം, വലിയൊരു ഹുബ്, വലിയൊരു ഇഷ്ക് മുത്തുനബിയുമായിട്ട് നമുക്കുണ്ടായാലേ നാം വിജയിക്കുകയുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അരികിൽ പോയി ഈ കാര്യം പറയുന്നത്. ഇതിലൂടെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഹുബ് കൂടാനും നമ്മുടെ ഈമാന് പൂർണ്ണമാകാനും നമ്മുടെ മുത്തുനബിയുടെ പിന്നാലെ പോകണം. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. നബിയെ, എന്റെ ഈമാന് പൂർണ്ണമായിട്ടില്ല, അതെങ്ങനെ സരിപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല നബിയെ. അറിയുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ചെയ്യാമായിരുന്നല്ലോ. എനിക്കറിയില്ല നബിയെ, എന്റെ അവസ്ഥ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എന്റെ ഈമാനെ പൂർണ്ണമാക്കേണ്ടത്? എന്റെ കൽബിൽ എന്റെ നഫ്സിനെക്കാളും മുത്തുനബിയെ എങ്ങനെയാണ് ഞാൻ സ്നേഹം വെക്കേണ്ടത്? എനിക്കത് അറിയില്ല നബിയെ എന്ന് മുത്തുനബിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയലോടുകൂടെ മുത്തുനബി അവിടത്തെ കൽബിൽ അങ്ങനെ ഒരു സ്ഥാനം, അങ്ങനെ ഒരു ഹുബ്ബ് മുത്തുനബിയുടെ മുഅ്ജിസത്ത് കൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ കൽബിൽ അത് വരികയാണ്. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ അവസ്ഥയിൽ നിന്ന് മാറുകയാണ്. അവിടെ നിന്ന് പറയുകയാണ്, ഇപ്പോൾ എന്റെ കൽബിൽ അങ്ങനെ ആയിട്ടുണ്ട് നബിയെ. ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ മുത്തുനബിയുടെ പിന്നാലെ ഓടിയാലേ, മുത്തുനബിയുടെ പിന്നാലെ കൂടിയാലേ നമ്മളെ ഈമാൻ കൂടുകയുള്ളൂ, പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള വലിയൊരു ആശയമാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. വബിഹഖി ജാഹിക ഇന്നനി ബിക മുഗ്റബുൻ വല്ലാഹു യഅലമു അന്നനി അഹ്വാക. നേരത്തെ രണ്ടാമത്തെ ബൈത്തിൽ എനിക്ക് കൽബ് നിറയെ മുത്തുനബിയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കൂടുതലായി അവിടെ നിന്ന് പറയാണ്, നബിയെ, എന്റെ സ്നേഹം അവിടെ നിന്ന് പൊട്ടിരിക്കുന്നു നബിയെ, ഞാൻ വല്ലാത്തൊരു ഭ്രാന്തനായി പോയി, എനിക്ക് ഏതു സമയത്തും മുത്തുനബിയെ മാത്രമേ കാണുന്നുള്ളൂ നബിയെ എന്നുള്ള വലിയൊരു ആശയമാണ്. അത് ഞാൻ വെറുതെ പറയല്ല. അല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം എന്റെ അവസ്ഥ എന്ന് വല്ലാത്ത സങ്കടത്തോടുകൂടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാടുകയാണ്. ഈ വല്ലാത്തൊരു ആശയമാണ്, വല്ലാത്തൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മഹാന് പാടുന്നത് കാണാം, ഫവല്ലാഹി മാ ഫിൽ ഖൽബി ഹള്ളുൻ ലിഗൈരിഹി ഫഗൈറു റസൂലില്ലാഹി ലൈസ ലിതഅലമ എന്നൊരു വാക്കാണ്. പല ഇമാമിങ്ങളെ, പല മദ്ഹീങ്ങളെ, പല ആശിക്കിങ്ങളെ ബൈത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ അവരെല്ലാം പറയുന്നത് എന്റെ കൽബിൽ മുത്തുനബിക്ക് മാത്രമാണ് സ്ഥാനം. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഫിൽ ഖൽബി, എന്റെ കൽബിലില്ല, ഹള്ളുൻ ലിഗൈരിഹി, മുത്തുനബിക്കല്ലാത്തൊരു സ്ഥാനം എന്റെ കൽബിൽ ഞാൻ കൊടുക്കുന്നില്ല. ഫഗൈറു റസൂലില്ലാഹി ലൈസ ലിതഅലമ, മുത്തുനബി അല്ലാത്തൊരു പഠനം ഞാൻ പഠിക്കുന്നില്ല. ദുനിയാവിൽ പഠിക്കേണ്ടത് മുത്തുനബിയെ കുറിച്ചാണ്, അതല്ലേ പഠിക്കേണ്ടത്. ഒരാളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതാണ്, അതിന്റെ പിന്നാലെ അവൻ പോവട്ടെ എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഏത് ഇമാമിങ്ങളെ കുറിച്ച് നാം വായിച്ചാലും അവരെല്ലാം പറയുന്നത്, അവർക്കെല്ലാം പറയാനുള്ളത്, അവർക്കെല്ലാം ചിന്തിക്കാനുള്ളത്, ആരവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം ഉപദേശിക്കാനുള്ളത് മുത്തുനബിയെ സ്നേഹിക്കുക, മുത്തുനബിയെ ഹുബ്ബ് വെക്കുക, കൽബിൽ മുത്തുനബിക്ക് വലിയ സ്ഥാനം കാണുക. സ്ഥാനം കാണുക എന്നല്ല, കൽബ് നിറയെ മുത്തുനബിയെ ഉണ്ടാക്കുക. മുത്തുനബിയെ സ്നേഹിച്ച് 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 നിന്റെ കൽബ് പൊട്ടണം മുത്തുനബിയെ കൊണ്ട് എന്നുള്ളൊരു ആശയമാണ് ഇതിലൂടെയൊക്കെ അവർ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയൊരു പാഠമാണ് നമ്മെ പഠിപ്പിച്ചത്. അതാണ് ഇമാം
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. യാ വല്ലാഹി യാ ഖൈറൽ ഖലായിക ഇന്നലി ഖൽബൻ മശൂഫൻ ലാ യറൂമു സിവാക വബിഹക്കി ജാഹിക ഇന്നനി ബിക ബുഗ്റമൻ വല്ലാഹു യഅലമു അന്നനി അഹ്വക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹുബ്ബ്, നമ്മുടെ ഇഷ്കൊക്കെ എത്ര ചെറുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഷ്കും നമ്മുടെ ഹുബ്ബും ആ മുത്തുനബിയുമായിട്ടുള്ള ബന്ധത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഒന്നും കൂടി പറയാണ്, മുത്തുനബിയോടുള്ള ഇഷ്കും മുത്തുനബിയോടുള്ള ഹുബ്ബും അതൊക്കെ കൂടണമെങ്കിൽ അതിന് കൂടാനുള്ള വലിയ കാരണമാണ് മുത്തുനബിയെക്കുറിച്ച് ധാരാളം പഠിക്കുക. ഏതൊന്നിനോടും നമുക്ക് ഗൗരവം ഉണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചാലേ നമുക്ക് ഗൗരവമുണ്ടാവുകയുള്ളൂ. മുത്തുനബിയെ കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നമുക്ക് ബോധ്യപ്പെടും ഞാനൊന്നുമല്ല എന്നുള്ളത്. ഇത് സ്നേഹിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ വിജയിക്കില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ തിരിച്ചറിവ് നമുക്ക് നൽകുമാറാവട്ടെ. ധാരാളം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമയം മുത്തുനബിന് വേണ്ടി ചെലവ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.